നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് വാഴയില. ആ വാഴയിലയുടെ ഒരു ഉപയോഗമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളിൽ മിക്ക ആളുകളും പ്ലാസ്റ്റിക് പോട്ട് ട്രേകൾ ഉപയോഗിച്ച് വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നവരാണ്. അത്തരത്തിൽ പ്ലാസ്റ്റിക് പോട്ട് ട്രേകൾക്ക് പകരം വാഴയില ഉപയോഗിച്ച് വിത്തുകൾ എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വാഴയിലകൾ ഇതേപോലെ കീറിയെടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒരു സ്റ്റാപ്ലർ ഉപയോഗിച്ച് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്ലാസ്റ്റിക് പോട്ട് ട്രേകളിൽ വെച്ചിട്ട് ഏതൊക്കെ വിത്തുകളാണ് മുളപ്പിച്ചെടുക്കാറെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ വിത്തുകളും ഇതിലും മുളപ്പിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം മണ്ണൊന്ന് ലെവൽ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് പോട്ട് ട്രേയിൽ ഏത് പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ചിട്ടാണ് വിത്ത് മുളപ്പിച്ചെടുക്കാറെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോട്ടിംഗ് മിക്സ് തന്നെ ഇതിലും ഉപയോഗിച്ച് നമുക്ക് വിത്ത് പാവിക്കൊടുക്കാം. അതിനുശേഷം നനച്ചു കൊടുക്കാം. ചെറിയ രീതിയിൽ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നവർക്ക് മാത്രമല്ല, ഒരുപാട് വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്കും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കിട്ടുന്നതും നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നതും എന്നാൽ പ്രകൃതിക്ക് ദോഷമില്ലാത്ത ഒന്നുമാണ് വാഴയില. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ പുതിയ കൃഷിയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വിത്തൊക്കെ മുളച്ച് വന്ന് നമ്മൾ ചെടി മാറ്റി നടുന്ന സമയത്ത് നമുക്ക് ഗ്രോ ബാഗിലേക്കാണെങ്കിലും നിലത്തേക്കാണെങ്കിലും മാറ്റി നടുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പം തന്നെ ചെടിക്കൊന്നും കേടുകൂടാതെ തന്നെ മാറ്റി നടാനായിട്ടും ഈ ഒരു മെത്തേഡിൽ എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.